പാലക്കാട് തോൽവിയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ പരസ്യപ്രതികരണം വിലക്കിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ഇതുവരെയുള്ള പരസ്യപ്രതികരണങ്ങളിൽ തൽക്കാലം നടപടി വേണ്ട എന്നും തീരുമാനമുണ്ട്. കൗൺസിലർമാരെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലാണ് അത്. അതിനിടെ ബി.ജെ.പി. സംസ്ഥാന ശില്പശാല അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ചർച്ചയാകില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ചർച്ചയാകുമായിരിക്കും പാർട്ടിയിലെ അല്ലേ ആഭ്യന്തര ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് വീഴ്ചകൾ എന്നൊക്കെ പരിശോധിക്കുമായിരിക്കും. അതിനുചിതമായ നടപടികൾ അവർ എടുക്കട്ടെ. പക്ഷേ പാലക്കാട് ഉണ്ടായ സംഭവവികാസങ്ങൾ ശരി. ഗോകുൽ നമുക്ക് ഒപ്പുണ്ട്. ഗോകുൽ, പരസ്യപ്രതികരണം പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ തൽക്കാലം നടപടികളൊന്നും വേണ്ട എന്ന് നേതൃത്വം തീരുമാനിക്കുന്നുണ്ട്. ഒരു സമവായത്തിന്റെ പാതയിലേക്ക് നേതൃത്വവും അവിടുത്തെ കൗൺസിലർമാരും പോകുന്നുണ്ടോ? അതിനിടയിലാണ് ഒരു കോൺഗ്രസ് ക്ഷണം കൂടി അവിടെ ഉള്ളത്. അതായത് നിലവിൽ സമവായമാണ് സേഫ് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഒരു ലൈൻ. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവരെ കൂടുതൽ കൗൺസിലർമാരെ പ്രകോപിപ്പിച്ചാൽ അവർ രാജ്യഭീഷണി വരെ മുഴക്കിയിട്ടുണ്ട്. അതായത് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. എപ്പോഴും കേരളത്തിന് മുന്നിൽ പാലക്കാട് അല്ലെങ്കിൽ ബി.ജെ.പി. ഉയർത്തി വയ്ക്കുന്ന സ്ഥാനം ഞങ്ങൾ നഗരസഭ പിടിച്ചവരാണ്, പാലക്കാട് നഗരസഭ പിടിച്ചവരാണെന്നാണ്. അപ്പോൾ ഈ നഗരസഭയുടെ ഭരണത്തെ വരെ അത് ഒരുപക്ഷെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ നിലയിലേക്കൊന്നും പോകണ്ട, വലിയ രീതിയിലുള്ള പ്രകോപനം വേണ്ട. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടട്ടെ, കൂടിയതിനു ശേഷം തിരഞ്ഞെടുപ്പിന്റെ കാരണം വിലയിരുത്തി അത് സംസ്ഥാന സമിതിയിൽ വീണ്ടും ചർച്ച ചെയ്തതിന് ശേഷം കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന പരസ്യ പ്രസ്താവനയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതുവരെയും നിലവിൽ ഒരു തരത്തിലുള്ള നിലപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിമർശനമോ ഒന്നും ഇപ്പോൾ വേണ്ട എന്നുള്ള നിലപാടിലാണ് ബി.ജെ.പി. നേതൃത്വം. ഇന്നൊരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും കൗൺസിലർമാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയില്ല. കാരണം പരസ്യമായി അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ വീണ്ടും അതൊരു പ്രകോപിപ്പിക്കലാവും. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇനി അധികം നാളില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നിലവിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല ഈ വിഷയത്തിൽ ഇനി പരസ്യ പ്രസ്താവന പാടില്ലെന്ന് നേതാക്കന്മാരോട് പറഞ്ഞിട്ടുമുണ്ട്. അത് കൗൺസിലർമാർ അംഗീകരിക്കുന്നുമുണ്ട്. അവർ ഒരു തരത്തിലും ഇപ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അവസാനിച്ച് പോകട്ടെ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. ഒരുപക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വിലയിരുത്തി അത് പരിശോധിച്ചതിന് ശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലേതായാലും ഉടൻ തിരക്ക് പിടിച്ച് ഏതെങ്കിലും നടപടിയിലേക്ക് പോകേണ്ടതില്ല, കൗൺസിലർമാരെ പ്രകോപിപ്പിക്കേണ്ടതില്ല. അതാണ് ഒരു സേഫ് സോൺ എന്നുള്ള കാര്യം ബി.ജെ.പി. തിരിച്ചറിയുന്നുണ്ട്.